ഹായ്. ചില ട്രിപ്പുകൾ നമ്മൾ മാസങ്ങളോളം പ്ലാൻ ചെയ്താലും അവസാനം ഒന്നും നടക്കില്ല. എന്നാൽ ചിലത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് അതങ്ങോട്ട് സംഭവിക്കും. അങ്ങനെ നടന്ന ഒരു വെരി അൺപ്ലാൻഡ് ഗെറ്റ് ടുഗദറിൻ്റെ വീഡിയോ ആണ് ഇന്നത്തേത്. ഇതാണ് മുഴുപ്പിലങ്ങാട് ബീച്ചിൻ്റെ അടുത്തായിട്ടുള്ള KTDCയുടെ പുതിയ റിസോർട്ട് മലബാർ കോർട്ട്യാർഡ്. അവിടെ വെച്ചിട്ടായിരുന്നു ഞങ്ങളുടെ ഫാമിലി ഗെറ്റ് ടുഗദർ. ഞങ്ങളെല്ലാവരും കൂടെ ഒരു 31 പേരുണ്ടായിരുന്നു. നമ്മൾ ആദ്യം തന്നെ തലശ്ശേരിയിലുള്ള നവരത്ന എന്ന് പറഞ്ഞിട്ടുള്ള ഹോട്ടലിൽ പോയി ലഞ്ചൊക്കെ കഴിച്ചിട്ടായിരുന്നു നമ്മൾ റിസോർട്ടിൽ വന്ന് ചെക്ക് ഇൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. കുറച്ചേറെ നേരം എടുത്തു ചെക്ക് ഇൻ പ്രൊസീജിയേഴ്സ് എല്ലാം കഴിയാൻ വേണ്ടിയിട്ട്. ഇത്രയും വലിയൊരു ഗ്രൂപ്പാണല്ലോ. പണ്ട് മുതലേ എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ളൊരു കാര്യമായിരുന്നു വലിയ ഫാമിലിയിലേക്ക് വേണം കല്യാണം കഴിച്ച് പോകാമെന്ന്. കാരണം ഞാനൊരു ഒറ്റപ്പുത്രി ആയതുകൊണ്ട് എനിക്ക് ഒത്തിരി ആൾക്കാരും എല്ലാവരും കൂടെ കൂടുന്ന പരിപാടികളും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. റിസോർട്ടിൽ ചെന്ന ഉടനെ തന്നെ അവിടുന്ന് ഒരു ചെറിയൊരു മാലയൊക്കെ ഇട്ട് ആരതി പോലൊക്കെ നടത്തിയിട്ടായിരുന്നു നമ്മളെ വെൽക്കം ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ മാലയുടെ ചെറിയൊരു ശംഖ് കുഞ്ഞൂസ് പൊട്ടിച്ചു. അതിൻ്റെ കഥയായിരുന്നു അവൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇവിടെ അമ്മയ്ക്ക് 2 സിസ്റ്റേഴ്സും 3 ബ്രദേഴ്സുമാണ് ഉള്ളത്. സോ ഇവർ 6 പേരും അവരുടെ പാർട്ട്നേഴ്സും അവരുടെ മക്കളും കൊച്ചുമക്കളും പിന്നെ ഞങ്ങളെപ്പോലെ വന്ന് കയറിയ നല്ലവരായ വേറെ കുറച്ച് മരുമക്കളും ഒക്കെ കൂടെ ചേർന്നിട്ടായിരുന്നു ഈ ഒരു അടിപൊളി ട്രിപ്പ്. അങ്ങനെ ഞങ്ങളതേ റൂമിലോട്ട് എത്തി. റൂമിൽ കയറി കഴിഞ്ഞാൽ ആദ്യം തന്നെ എന്താണ് റൂം ടൂർ. വലിയ TV, വലിയ കോട. അവിടെ എന്തോ പ്രശ്നമുണ്ടല്ലോ. വലിയ ഫ്രിഡ്ജ് തുറക്കണ്ട. ഒന്നുമില്ല. ആരൊക്കെ ഏതൊക്കെ റൂമിലായിരുന്നു ഉണ്ടായിരുന്നതെന്ന് നമുക്ക് യാതൊരു പിടിയുണ്ടായിരുന്നില്ല. അതൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്ന നന്ദുവേട്ടനും അശ്വത്തേട്ടനും കൂടായിരുന്നു. നമ്മളെന്തായാലും റൂമിലെത്തിയിട്ട് അവിടെ നിന്ന് അപ്പുറത്തോട്ട് നോക്കിയപ്പോൾ നേരെ അവിടെ ഉണ്ടായിരുന്നു ഇച്ചൂസിൻ്റെ 2 കസിൻസ്. അവർ ട്വിൻസ് ആണ്, ദക്ഷും ദയും അവരുണ്ടായിരുന്നു. പിന്നെ നേരെ താഴെ ദേ അടുത്ത കസിൻ നീലൂട്ടൻ അവനും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ അടിപൊളി റൂം. ഇത് വന്നിട്ട് മുഴുപ്പിലങ്ങാട് ബീച്ചിൻ്റെ വളരെ അടുത്തായിട്ടാണ്. നമ്മുടെ റിസോർട്ടിൻ്റെ പേരെന്താണെന്നറിയോ ഇച്ചുവിന്? മലബാർ കോർട്ട്യാർഡ് അങ്ങനെയാണെന്ന് തോന്നുന്നു കേട്ടോ. എന്തായാലും അടിപൊളിയാണ്, 5 സ്റ്റാർ റിസോർട്ടാണ്. അതുകൊണ്ട് തന്നെ വന്നപ്പോൾ ഒക്കെ നമുക്ക് ഭയങ്കര രസമുള്ള വെൽക്കമിങ് ഒക്കെ ആയിരുന്നു. വെൽക്കം ഡ്രിങ്കും അത് കൂടാതെ തന്നെ നമുക്ക് ഭയങ്കര മാലയൊക്കെ ഇടിപ്പിച്ചിട്ട്, അതും സീഷലിൻ്റെ ഒക്കെ മാലയായിരുന്നു കേട്ടോ. നല്ല രസമുണ്ട്. ഇതാ ഞാൻ എന്നിട്ട് അതെടുത്ത് നമ്മുടെ സായി പല്ലവിയുടെ പോലെ കയ്യിലൊക്കെ ഇട്ട് നല്ല രസമുണ്ടായിരുന്നു നോക്കണം. എന്തായാലും അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിപ്പം റൂമിൽ ചെക്ക് ഇൻ ചെയ്തു. ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചാൽ കുഞ്ഞിന് എന്തെങ്കിലും കുറച്ച് ഫുഡ് കൊടുക്കണം. അവൻ ഹോട്ടലിൽ നിന്നൊന്നും കഴിച്ചില്ല. അപ്പോൾ ഒരു ഇത്തിരി ഫുഡ് എന്തെങ്കിലും കൊടുത്തതിന് ശേഷം നമ്മൾ നേരെ നമ്മുടെ ഗെയിംസിലേക്ക് കിടക്കും. അതാണ് ഇന്നത്തെ നമ്മുടെ പരിപാടി. റിസോർട്ടിൻ്റെ പ്ലേ ഏരിയയിൽ വെച്ചിട്ടായിരുന്നു നമ്മൾ ഗെയിംസ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നത്. വേറെ അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ലായിരുന്നു എന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് ആ ഒരു ഫുൾ സ്പേസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ അവിടെ വെച്ച് നമ്മൾ കുറേ ഗെയിംസ് കളിച്ചു. കഥകളി
കുറേ നേരം കൂടെ നടത്തായിരുന്നു എന്ന് ഞങ്ങൾക്കെല്ലാം പിന്നീട് കുറേ നേരം കഴിഞ്ഞിട്ട് തോന്നി. പക്ഷേ ആ സമയത്ത് ടീ ആൻഡ് സ്നാക്സിൻ്റെ ടൈമായി, പെട്ടെന്ന് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോയി. എല്ലാവരും കൂടെ ചായയൊക്കെ കുടിച്ച്, ചായ അല്ലായിരുന്നു കോഫി കുടിച്ചു. പിന്നെ അത് കോംപ്ലിമെൻ്ററി അല്ലായിരുന്നു കേട്ടോ. കോഫിയും പിന്നെ ഏത്തക്കാപ്പോ അങ്ങനെ ബജ്ജിയോ എന്തൊക്കെയോ വാങ്ങിച്ചു, അതൊക്കെ കഴിച്ചു. അതെല്ലാം കഴിഞ്ഞ് പിള്ളേർ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടാൻ വേണ്ടിയിട്ട്. അങ്ങനെ എല്ലാവരും കൂടെ വന്ന് പൂളിലിറങ്ങി. കുറച്ച് പേരെ ഉള്ളായിരുന്നു കേട്ടോ പൂളിൽ ഇറങ്ങാതിരുന്നത്. ബാക്കി നമ്മളെല്ലാവരും പൂളിലിറങ്ങി. ഭയങ്കര രസമായിരുന്നു. പൂളിൽ കുഞ്ഞുങ്ങളുടെ ബേബി പൂള് തന്നെ ഒത്തിരി വലുതായിരുന്നു. അവിടെ തന്നെ നമ്മൾ കുറേ നേരം സ്പെൻഡ് ചെയ്തു. പിന്നെ ഇടയ്ക്ക് അപ്പുറത്ത് പോയി കുറച്ച് നേരം നീന്തുകയൊക്കെ ചെയ്തു. ചെറിയ ചാറ്റമഴയൊക്കെ ഇടയ്ക്കുണ്ടായി. പക്ഷേ അതും ഭയങ്കര രസമായിരുന്നു. പൂളിൽ നിൽക്കുമ്പോൾ മഴ പെയ്യുമ്പോൾ ഭയങ്കര രസമായിരുന്നു. പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ എല്ലാവരും കൂടെ പൂളിൽ നിന്ന് ഡാൻസ് ചെയ്തു. ഭയങ്കര രസമായിരുന്നു അത്. A few moments later. ഓൾമോസ്റ്റ് ഒരു 3 hours പൂളിൽ തകർത്തതിന് ശേഷം ഞങ്ങൾ നേരെ റൂമിൽ പോയി ഫ്രഷായി. അവിടെ വാഷ്റൂമിൽ അവർ ഹെയർ ഡ്രയറൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞാനത് യൂസ് ചെയ്തില്ല. സോ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഡിന്നർ കഴിക്കാൻ പോയി. ഡിന്നർ അലാക്കാട്ടായിരുന്നു. ഇറ്റ് വാസ് ഓക്കെ, അത്രയേ ഉള്ളൂ. അങ്ങനെ അധികം പറയാൻ മാത്രം 5 സ്റ്റാറിൻ്റെ ആ ഒരു ലെവലൊന്നും എത്തിയിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പ്ലേ ഏരിയയിൽ പോയി കുറച്ച് നേരം അവിടെ കളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കുഞ്ഞൂസ് ഉറക്കായി. അങ്ങനെ വേണം നമ്മൾ റൂമിൽ വന്ന് ചാച്ചി. ഗുഡ് മോർണിംഗ്. റൂം ടൂറിന്ന് നേരത്തെ ഞാൻ പറഞ്ഞെങ്കിലും റൂം ടൂറൊന്നും കാണിച്ചില്ലല്ലോ. സോ ചെറുതായിട്ട് കുറച്ച് ഭാഗങ്ങൾ ഞാനിപ്പോൾ കാണിക്കാം. അത് വാട്ടർ തുറക്കുമ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ലൈറ്റൊക്കെ വരും കേട്ടോ. സോ അത് തുറന്ന് കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ലോക്കർ, ഹാങ്ങേഴ്സ്, അയൺ ബോക്സ്, അയൺ ടേബിൾ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഭയങ്കര രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എവിടെ പോയാലും എൻ്റെ ഫേവറേറ്റ് ഒരു ആക്ടിവിറ്റിയാണ് കോഫി ഉണ്ടാക്കുന്നത്. അതൊക്കെ ഉണ്ടാക്കി നമ്മൾ ബാൽക്കണിയിൽ പോയി സമാധാനത്തിരുന്ന് അതൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞ് പിന്നെ കിച്ചുവിനും അശ്വിനും കൂടെ ടേബിൾ ടെന്നീസ് കളിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരെ പ്ലേ ഏരിയയിലേക്ക് പോയി. ആദ്യം കുറേ നേരം ടേബിൾ ടെന്നീസ് അറിയാത്ത അശ്വിനും കുറച്ചറിയാവുന്ന കിച്ചുവും കൂടെ ആയിരുന്നു കളി. പക്ഷേ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എൻ്റെ കുഞ്ഞൂസ് അതിൻ്റെ ഇടയ്ക്ക് കയറി. പിന്നെ അവർക്ക് കളിക്കാനേ പറ്റിയിട്ടില്ല. അങ്ങനെ കുറച്ച് നേരം അവിടെ ടേബിൾ ടെന്നീസും ക്യാരംസും ഒക്കെ കളിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. ബാക്കി എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ നേരത്തെ കഴിച്ചിട്ട് മുഴുപ്പിലങ്ങാട് ബീച്ചിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് അതിനുള്ളൊരു സമയം കിട്ടിയില്ല. എന്തായാലും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് പോയി കഴിച്ചു. നല്ല ഫുഡായിരുന്നു. അത്യാവശ്യം കുറച്ച് വെറൈറ്റി ഒക്കെ ഉണ്ടായിരുന്നു. ടേസ്റ്റി ആയിരുന്നു. അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കുറച്ച് നേരം സൈക്ലിംഗ് ചെയ്തു. അത് ഭയങ്കര രസമായിരുന്നു കേട്ടോ. അവിടെ അധികം ഏരിയ ഒന്നും ഉണ്ടായിരുന്നില്ല റിസോർട്ടിന് ചുറ്റും. പക്ഷേ ഉള്ള സ്ഥലത്തൊക്കെ നമ്മൾ കുറച്ച് നേരം സൈക്കിളൊക്കെ ചെയ്ത് അത് കഴിഞ്ഞ് ക്രിക്കറ്റൊക്കെ കളിച്ചു. അപ്പോഴത്തേക്ക് പിന്നെ തിരിച്ചു പോകാനുള്ള സമയമൊക്കെ ഏതാണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ നേരെ റൂമിലോട്ട് പോയി നമുക്കെല്ലാം പാക്ക് ചെയ്യണമായിരുന്നു. സോ അതുകൊണ്ട് റൂമിൽ പോയി ഏകദേശം എല്ലാം പാക്ക് ചെയ്തിട്ട് നമ്മൾ താഴെ ഇറങ്ങി. പിന്നെ എല്ലാവരും കൂടെ അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് ചെക്കൗട്ട് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് നേരം കൂടെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടായിരുന്നു അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നത്. അവിടുന്ന് നേരെ നമ്മൾ പോയതും അടുത്തൊരു റെസ്റ്റോറൻറ്റിലേക്കായിരുന്നു. അവിടുന്ന് നമ്മൾ എല്ലാവരും കൂടെ ലഞ്ചൊക്കെ കഴിച്ചിട്ട് ഒരു 1:32 ഒക്കെ ആയപ്പോഴാണ് നമ്മൾ പിരിഞ്ഞത്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ആൻഡ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.